ഇപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 12:30 തിരിച്ചു വരുമ്പോൾ മറ്റ് ചില സംഘങ്ങളായി ഏതാണ്ട് 100-ലധികം പേർ വീണ്ടും ഈ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. കാരണം ഇന്നലെ തെരഞ്ഞ ഭാഗത്ത് നിന്നും ഇന്ന് വീണ്ടും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞങ്ങൾ നടന്ന് കയറുമ്പോൾ അരുൺ കിഷോറും അവരൊക്കെ നടന്ന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു മൃതദേഹം പോലുള്ളൊരു സംഭവം കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പരിശോധനയിൽ അത് മറ്റേതോ ജീവിയുടേതാണ് എന്നായിരുന്നു ആദ്യഘട്ട പരിശോധനയിൽ മനസ്സിലായത്. പക്ഷേ പിന്നീട് തൊട്ട് പിറകിൽ വന്ന ആൾക്കാർ അത് കുറെ കൂടി അതിൻ്റെ അരികിലുള്ള മണലും മറ്റും മാറ്റി നോക്കുകയും ചെയ്തപ്പോൾ ഒരു മനുഷ്യൻ്റെ തലയായിരുന്നു അത് എന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഒരു മരത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി ഒരു ഭാഗം നീക്കി നോക്കുമ്പോൾ അത് അവിടെ നിന്ന് കിട്ടുന്നത് മറ്റൊരു ശരീരത്തിൻ്റെ ഭാഗമാണ്. കാരണം അത്രമാത്രം ഛിന്ന ഭിന്നമായി ഈ കുത്തൊഴുക്കിൽപ്പെട്ട് ആൾക്കാർ ചിതറിപ്പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ചില സ്ഥലങ്ങളിൽ ഈ പുഴ ശക്തമായ ഒഴുക്കിൽ മരത്തിൻ്റെയും മറ്റും തട്ടി വനത്തിൻ്റെ മതിലുകളൊക്കെ തട്ടി രണ്ടായി ഒഴുകുന്നു. അങ്ങനെ ഒഴുകിയ ഭാഗങ്ങളിൽ വീണ്ടും കണ്ടെത്തുന്നു. ഈ രീതിയിൽ എവിടെയാണ് ഉണ്ടാവുക, എവിടെയാണ് ഉണ്ടാകാതിരിക്കുക എന്ന് പ്രത്യേകിച്ച് വിവേചിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ സങ്കീർണമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആദ്യം ഒരു സംഘം, തൊട്ട് പിന്നാലെ മറ്റൊരു സംഘം, അങ്ങനെ സംഘങ്ങളായി തിരിഞ്ഞ്, അതിനു പുറമെ വ്യക്തികളായി തിരിഞ്ഞ്, അതിനു പുറമെ ഈ പരിസരവാസികൾ ആയി തിരിഞ്ഞ്, അതിനു പുറമെ ആദിവാസികളും ഈ മേഖലയിലുള്ള മറ്റ് സാധാരണ ജനങ്ങളായി തിരിഞ്ഞ്, അങ്ങനെ അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ മേഖലകളിൽ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്.